ഇത് നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നല്ല അടി കിട്ടണം. കിട്ടി നിർത്തി. നേരത്തെ പറഞ്ഞ കാര്യത്തിനകത്ത് ഒരു കാര്യം പറയാനുള്ള, എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഷൈൻ്റെ കേസിൽ അച്ഛൻ റോണി പറഞ്ഞ ഡയലോഗ് പറയുമ്പോൾ, എൻ്റെ അച്ഛൻ ഏറ്റവും മോശാരോഗ്യമായതും അമ്മ ഏറ്റവും കൂടുതൽ വിഷമിച്ചതും ആ വർഷങ്ങളോളം അവർക്കൊരു ട്രോമയായിരുന്നു. ഞാൻ പോയിരുന്ന കാലം മുഴുവൻ അവർക്കിടയിലുള്ള പ്രശ്നം അവരെ ഒരുപാട് വിഷമിപ്പിച്ചതും കരയിപ്പിച്ചിട്ടുണ്ട് ഞാൻ. മനസ്സിലായില്ല. ഇതൊക്കെ അവരുടെ കേസിലും അവർക്ക് നേരത്തെ സംഭവിച്ചത് കൊണ്ട് അവർക്കും ഓക്കെ. അല്ലെങ്കിൽ ഈ പ്രായത്തിലാണ് ഇതൊക്കെ സംഭവിക്കുന്നതെങ്കിൽ ഷൈൻ്റെ അച്ഛൻ്റെ കേസിലും അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മളൊരു പ്രായത്തിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ അവർക്ക് താങ്ങാൻ പറ്റില്ല. മനസ്സിലായില്ലേ? കാരണം ഇപ്പോൾ അച്ഛനൊക്കെ വാർദ്ധക്യത്തിലോട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ്, ഇപ്പോഴാണ് ഞാൻ ഈ അഡിക്ഷനൊക്കെ നടക്കുന്നതെങ്കിൽ അവർക്ക് ഇത് മാനസികമായി താങ്ങാൻ പറ്റണമെന്നില്ല, ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ അത് ഷൈൻ മനസ്സിലാക്കി ഷൈൻ അതിൽ നിന്ന് തിരിച്ച് അല്ലെങ്കിൽ ജീവിതത്തിലോട്ട്, റിയാലിറ്റിയിലോട്ട് വന്നെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. പക്ഷേ എൻ്റെ കേസിലെന്ന് വെച്ചാൽ അന്നും ഇത് ആരുപയോഗിക്കുമ്പോഴും മാതാപിതാക്കൾക്ക് ഇത് സ്വാഭാവികമായിട്ടും ഒരു കൺസേൺ ആണ്. പിന്നെയുള്ള സംഭവം എന്ന് വെച്ചാൽ അച്ഛൻ്റെ പ്രായത്തിലും അല്ലെങ്കിൽ അച്ഛൻ ഇതിലൊക്കെ കടന്നുപോയ ആൾക്കാരാണ് ഇവരൊക്കെ. ഇത്തരത്തിലുള്ള ലഹരിയൊക്കെ അന്നും ഉണ്ടായിരുന്നു. അവരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടാവും. അന്ന് സിന്തറ്റിക് ഇല്ലാന്നേ ഉള്ളൂ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അന്നും അവൈലബിൾ ആണ്, അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അവരും ഒരു കാലഘട്ടത്തിൽ ഇതേപോലെ ഇതിൻ്റെയൊക്കെ മെറിറ്റും ഡിമെറിറ്റും എല്ലാവർക്കും ഉണ്ടാവും.